ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. എൻ്റെ ടെറസ് ഗാർഡൻ്റെ അപ്ഡേറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടി ഒരു കിടിലൻ അപ്ഡേറ്റോടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ശരിക്കും കാണിക്കാനുള്ളത് എൻ്റെ മാവിനെ കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കണ്ടുവരാം. ഇത് എൻ്റെ പേര് കണ്ടോ, വളരെ ഗംഭീരമായിട്ട് ഒരുപാട് കൈകളോട്ട് നിൽപ്പുണ്ട് കണ്ടോ. എനിക്ക് തോന്നുന്നു ഇത്തവണ ഒരു 200-ൽ കൂടുതൽ പേരയ്ക്ക ഇതിലുണ്ടാവും. ഇതിന് മുമ്പ് വരുമ്പോഴൊക്കെ ഞാനത് എണ്ണി കാണിക്കുമായിരുന്നു, കാരണം 100-ന് താഴെ പേരയ്ക്ക ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇത് നട്ടിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ കണ്ടോ, നിറച്ച് പേരയ്ക്ക. കുറച്ചൊക്കെ കൊഴിഞ്ഞു തുടങ്ങുന്നത് എനിക്കറിയില്ല. എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കേട്ടോ, ഒരു ബ്രാഞ്ചിൽ തന്നെ 3, 4, 5 പേരയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഈ സൈഡിൽ കുറേ ഉണ്ട്, ഞാൻ കാണിക്കാം കണ്ടോ. യെസ്, അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ്. വളരെ ഭംഗിയായിട്ട് തന്നെ പേര് നിൽക്കുന്നുണ്ട്. ഇനി ഇത് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിനു വേണ്ടി എന്താ ചെയ്തതെന്ന്. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സാധാരണ ബാക്കിയെല്ലാം ഞാൻ കാണിക്കാം. അതിനൊക്കെ കൊടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് DAP മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈയിടെയായിട്ടുണ്ട്. പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പ്രൂൺ ചെയ്ത ശേഷം ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് ചാണകപ്പൊടിയും DAP മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം, നമ്മുടെ ഫിറമോൺ ട്രാപ്പ് ഉണ്ടല്ലോ, ഒരു ഫിറമോൺ ട്രാപ്പ് ഇവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എന്താ സംഭവമെന്ന്. അങ്ങനെ കുറേ ഫ്ലൈസിനെ ഞാൻ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കണ്ടോ. വെള്ളം മാറ്റിയാൽ കാണാൻ പറ്റും ഫ്ലൈസിൻ്റെ അവസ്ഥ കണ്ടോ, എത്രയോ ഫ്ലൈസ് എന്നുണ്ടോ അതിനകത്ത്. അപ്പോൾ അതാണ് ഈ പേരയ്ക്ക് വേണ്ടി ആകെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം പുഴുക്കുത്തും ഒന്നും കാര്യമായിട്ടില്ല പേരയ്ക്ക് കേട്ടോ. അപ്പോൾ ഈ ഫിറമോൺ ട്രാപ്പിനെ കുറിച്ചും ഇത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിശദമായൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അതും കൂടെ എല്ലാവരും കാണുക കേട്ടോ. ഇനി എനിക്ക് കാണിക്കാനുള്ള ലോങ്ങൻ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിക്കുമ്പോൾ പറഞ്ഞു ലോങ്ങൻ ആയിട്ട് നിൽക്കുകയാണ്, ഉടനെ പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന്. പക്ഷേ പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളങ്ങോട്ട് വളർന്നിട്ട് കുറേ പൂക്കളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ആ പൂക്കൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു കൊല്ല ഗംഭീര ഇവിടെ ഇതെല്ലാം നിന്നുണ്ട്. ഇതിലെല്ലാ ബ്രാഞ്ചിലും പൂക്കളുണ്ട് കണ്ടോ. എല്ലാ ബ്രാഞ്ചിൻ്റെ അറ്റത്ത് പൂക്കളുണ്ട്. ഇവിടെ കണ്ടോ പൂവ്. ശരിക്കും എൻ്റെ ഒരു ലോങ്ങൻ ഞാൻ പറഞ്ഞത് 2 ഡിഫറൻറ്റ് ലോങ്ങൻ്റെ ഒരു ഗ്രാഫ്റ്റാണ്. ഇതിൽ ഒരു പാട്ട് വൈറ്റ് ലോങ്ങനും മറ്റേത് 4 സീസൺ ലോങ്ങനുമാണ്. ഇപ്പോൾ വൈറ്റ് ലോങ്ങനിലാണ് പൂവും കായൊക്കെ വന്നിരിക്കുന്നത്. നേരത്തെ ഒരിക്കൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ആദ്യം ഒരിക്കൽ പൂ വന്നായിരുന്നു. ഇതും നട്ടിട്ടിപ്പോൾ 1 വർഷം ആകുന്നുള്ളൂ കേട്ടോ കഷ്ടിച്ച്. ഇനി ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ സൈഡിലും പൂവുണ്ട്. ഇത് കണ്ടോ, നിറച്ച് പൂക്കൾ ഇവിടെയുണ്ട് കണ്ടോ. ഇവിടെ ഒരു കായ വന്ന് നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല, ഏറ്റവും മേളിലാട്ടോ. യെസ്, ഇപ്പോഴും ഞാനും കണ്ടോ കേട്ടോ. ഇത് കണ്ടൊരു കായ്, ഇതാദ്യം വന്ന പൂവിൻ്റെ ആയിരിക്കും വൈറ്റ് ലോങ്ങൻ്റെ. അപ്പോൾ അതാണ് ലോങ്ങൻ്റെ അവസ്ഥ. ഇനി നമ്മുടെ ജബോട്ടിക്കാവ, ഇത് ജബോട്ടിക്കാവ കണ്ടോ. ഇവിടെ ഞാൻ ഇതെല്ലാം കറക്റ്റ് എല്ലാം കട്ട് ചെയ്തു. ഒരു പൂ വന്നു കേട്ടോ. അയ്യോ, ഇപ്പോഴാണ് ഞാനും കാണുന്നത്. ഓടിയോ കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ പൂ വന്നിട്ടുണ്ട്. ശരിക്കും വീഡിയോ എടുക്കുമ്പോഴാണ് ഞാനും കണ്ടോ കേട്ടോ. കണ്ടോ, അവിടെ ഒരു പൂ വന്നിട്ടുണ്ട്. ദേ ഇവിടെയൊക്കെ പൂക്കൾ വന്ന് തുടങ്ങി. അടിപൊളി ഫസ്റ്റ് കേട്ടോ. ഞാൻ കാണുമ്പോൾ തന്നെ എൻ്റെ ഒപ്പം നിങ്ങൾക്കും കാണാൻ പറ്റി. എൻ്റെ കൈയുടെ ഉള്ളിൽ കണ്ടോ പൂവ്. ഇവിടെയും കാണിക്കാം കണ്ടോ, ഇതിൽ പൂവിരിക്കുന്നുണ്ടോ. അടിപൊളി. ഞാനും ഇപ്പോഴാണ് കണ്ടോ കേട്ടോ, ഹാപ്പി. ഇവിടെ പിന്നെ നമ്മുടെ സാന്തോൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിലൊരു പ്രാവശ്യം പൂവൊന്നും കായൊന്നുണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ഞാവൽ ശരിക്കും പുഷ്ടിക്ക് ഇങ്ങനെ കൊഴുത്ത് നിൽക്കുന്നുണ്ട്. ഒരു ഗുണവും ഇതുവരെ ഉണ്ടായില്ല. ഇത് ബാരലിൽ തന്നെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് എല്ലാം. പിന്നെ ഇതേ നമ്മുടെ അബിയുവും ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അബിയൂലും പൂ വന്നു, കായൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു നമ്മുടെ കിടിലൻ അപ്ഡേറ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാവിലാണ്. ഈ മാവിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതായത് ഇതിൽ മാങ്ങ ഉണ്ടായ സമയത്ത്, പൂവുണ്ടായ സമയം മുതൽ മാങ്ങ ഉണ്ടായതൊരു കാണിച്ചായിരുന്നു. കാരണം ഇത് ഏത് തരം മാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ മാങ്ങ കാണിച്ച് നിങ്ങളുടെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോഴും പലരും പല ടൈപ്പാണ് പറഞ്ഞത്. ചിലർ കോട്ടൂർക്കോണാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു മാങ്ങ ലാസ്റ്റ് ഉണ്ടായിരുന്നു. അത് പഴുക്കുമ്പോൾ അതിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടിരുന്നതാണ്. പക്ഷേ ഞാനത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വാവിൽ ടേസ്റ്റ് ചെയ്ത കാരണം എനിക്കത് അറിയാൻ പറ്റില്ല എന്ത് ടൈപ്പ് മാങ്ങയാണെന്ന്. പക്ഷേ ഇവിടെ ഉണ്ടായ കിടിലൻ സർപ്രൈസ് എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു ബ്രാഞ്ചിലാണ് നേരത്തെ പൂവ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ബ്രാഞ്ചിൽ ഇപ്പോൾ പൂ വന്നു, അതിലും കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന മാങ്ങ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് മാങ്ങയാണ്. വലിയ സൈസിൽ നീളമുള്ള മാങ്ങ കണ്ടോ. ഇതിവിടെ കണ്ടോ ഒരു മാങ്ങ. ഇതേ ഇവിടെ കണ്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരം മാങ്ങയാണ്. ആദ്യം ഉണ്ടായ മാങ്ങ നിങ്ങൾ കണ്ടതാണ്, ശരിക്കും ഒരു ഉരുണ്ട മാങ്ങ ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കണ്ടിട്ട് വരാം നമുക്ക് കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ച് ചെറിയ സന്തോഷമുണ്ടെന്ന്. ഇതേ കണ്ടോ, ഒരു മാങ്ങ ഗംഭീരമായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതിലൊരു റെഡ് കളറേഷൻ വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോഴും ഇതെന്താ ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം. എന്തായാലും അത് മാത്രമല്ല, 1-2 മാങ്ങ കൂടി ആദ്യം ഉണ്ടായി. ഒരു മാങ്ങ ഇവിടെ നിൽപ്പുണ്ട്. ഒരു 5-6 ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയിട്ടോ.
ഇതേ കണ്ടോ, ഇവിടെ ഒരു മാങ്ങ നിൽപ്പുണ്ട് കണ്ടോ, കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു, അവിടെ ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, 2 പ്രാവശ്യമായിട്ട് 2 ടൈപ്പ് മാങ്ങ ഇതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു വഴിവെക്കിൽ കണ്ട ഒരു നഴ്സറിയിൽ നിന്ന് എനിക്ക് വാങ്ങിയ മാവാണ്. ഇതെനിക്ക് ഒരു ശരിക്കും തരുന്ന സമയത്ത് അൽഫോൺസോ മാവെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ ഫ്രൂട്ട് കണ്ടപ്പോൾ പലരും പറഞ്ഞത് അൽഫോൺസോ അല്ല വേറെ എന്തോ ടൈപ്പ് മാങ്ങയാണെന്ന്. എന്തായാലും ഇപ്പോഴും അത് കൺഫ്യൂഷനിലാണ്. പക്ഷേ ഇപ്പോൾ ഈ മാങ്ങ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഉണ്ടായ മാങ്ങ അല്ല. ഇതിൽ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ബ്രാഞ്ച് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടേക്ക് വന്നാൽ കണ്ടോ, ഈ മാവിൽ ഇങ്ങനെ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ 2 ബ്രാഞ്ചായിട്ട് എനിക്ക് കിട്ടിയത് കണ്ടോ. ഇതിൽ ഈ ബ്രാഞ്ചിലാണ് ആദ്യം മാങ്ങ ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബ്രാഞ്ചിലാണ്. ആ ബ്രാഞ്ചിലാണ് ഇത്തരം മാങ്ങയൊക്കെ ഉണ്ടായിരിക്കുന്നത്, നീളമുള്ള മാങ്ങ കണ്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റഡ് മാവിനെ കുറിച്ച് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ സാധനം ഒരു മാവിൽ തന്നെ 5 or 6 ഇനം മാവിനങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വെച്ച് ഞാൻ വാങ്ങിയ മാവല്ല. അപ്പോൾ ഇത് 2 ടൈപ്പ് ഗ്രാഫ്റ്റ് വന്നതാണോ അതോ ഇനി ഒന്ന് സ്റ്റോക്കും മറ്റത് സയനാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് പരിചയമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇത് എന്ത് ടൈപ്പ് മാങ്ങ, ഈ മാങ്ങയും എന്താണെന്ന് എനിക്ക്, ഈ ടൈപ്പ് മാങ്ങ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും മാർക്കറ്റിലൊക്കെ, പക്ഷേ എന്ത് ടൈപ്പ് മാങ്ങയാണെന്ന് എനിക്കറിയില്ല. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതാണ് മാങ്ങ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത് ഇവിടെ 2 എണ്ണം, പിന്നെ ആ സൈഡിൽ 1-2 എണ്ണം നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് കാണിക്കാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതിനെക്കുറിച്ച് കമൻറ്റും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.